നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓണം ദേ വരാറായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നാളെ ഉത്രാടാണ്, അത് കഴിഞ്ഞാൽ തിരുവോണാണ്. ഓണമൊക്കെ ആകുമ്പോഴേ എല്ലാവർക്കും മലയാളികൾ, ഇത് ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണാഘോഷം ഉണ്ടല്ലേ. എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അത് പണ്ടുകാലം മുതലേ, ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പകാലം മുതലേ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓണത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് ഓണം, എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്, അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഓണത്തിന് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. കുറച്ചൊക്കെ അറിയാം, വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ പുതിയ തലമുറയിലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ അത് ഉള്ള കാര്യം ആയിരിക്കണം എന്നില്ല. പക്ഷെ നമുക്കറിഞ്ഞാലാണ് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് അതെല്ലാം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് പ്രായമായവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഓണത്തെക്കുറിച്ചിട്ട് വളരെ നല്ല ഓർമ്മകളായിരിക്കും. ഓണത്തിൻ്റെ കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പൂക്കളം ഇടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെയൊക്കെ മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അത്രയും സുന്ദരമായിട്ടുള്ള കാലഘട്ടമായിരിക്കും. കാരണം ആ ഒരു കാലത്ത് അതെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അത് ഓർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഓർമ്മയായിട്ട് നമുക്കത് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും അങ്ങനെയൊക്കെ വേണം, അവർക്കും അതൊരു നല്ല ഓർമ്മകളായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. കുട്ടികൾക്ക് എപ്പോഴും നമ്മുടെ മണ്ണിനോടുള്ള സ്നേഹം, നമ്മുടെ കേരളത്തിനോടുള്ള സ്നേഹം, നമ്മുടെ ആചാരങ്ങളോട്, നമ്മുടെ അനുഷ്ഠാനങ്ങളോടൊക്കെയുള്ള ആ സ്നേഹം അവർ തുടക്കത്തിലേ തന്നെ അവർക്കത് ഉണ്ടായിക്കഴിഞ്ഞാലാണ് വലുപ്പത്തിലും ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയണം. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. എന്താണ് ഓണമെന്നും ഓണത്തിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് ഓണം ആഘോഷിക്കേണ്ടതെന്നും ഓണം ആഘോഷിക്കേണ്ടതിൻ്റെ നിർബന്ധമായിട്ട് അത് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ശ്രാവണ മാസത്തിലെ ഓണത്തിനെയാണ് തിരുവോണം എന്ന് നമ്മൾ പറയാം. തിരുവോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വാമന ജയന്തിയാണ് കേട്ടോ. ഇപ്പോൾ ഇന്നലെ ഒരു ഏകാദശി കഴിഞ്ഞു, പുത്രദ ഏകാദശി. അപ്പോൾ പുത്രദ ഏകാദശിക്ക് നോറ്റിരിക്കുന്ന സമയത്ത് നല്ലൊരു പുത്രൻ ജനിക്കുകയാണ് അതിഥി കശ്യപന്മാർക്ക്. അതാണ് വാമനൻ. അപ്പോൾ വാമന ജയന്തി ആയിട്ടാണ് ശരിക്കും നമ്മൾ ഓണം ആഘോഷിക്കുന്നത് കേട്ടോ. എന്നിട്ടാണ് പിന്നെ വാമനൻ മഹാബലിയുടെ അടുത്ത് 3 അടി മണ്ണൊക്കെ ചോദിക്കുക. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെ 2 അടി അളക്കുമ്പോഴേക്കും ത്രിലോകങ്ങൾ മുഴുവനായിട്ട് അളന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത അടി അളക്കാനായിട്ട് നിൽക്കുമ്പോൾ ഭൂമി എവിടെയെന്ന് ചോദിക്കുകയാണ് വാമനൻ. അപ്പോഴാണ് തൻ്റെ പാദം ഇനി വലുതാകില്ലെങ്കിൽ എൻ്റെ ശിരസ് അളന്നോളൂ എന്ന് പറഞ്ഞിട്ട് മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കാം. പിന്നെയുള്ള കഥകളൊക്കെ നമ്മൾ പല രീതിയിലൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഓണവുമായിട്ട് ബന്ധപ്പെട്ട കഥകളായിട്ട് പറയാറുള്ളത് കേട്ടോ. പക്ഷെ ഓണത്തിന് മഹാബലിയേക്കാൾ പ്രാധാന്യം വാമനനാണ്. പിന്നെ നമ്മൾ കഥ പറയുന്ന സമയത്ത് ഇപ്പോൾ നരസിംഹത്തിനെ പറ്റി പറയുമ്പോൾ ഹിരണ്യകശിപുവിനെ പറ്റി പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. വരാഹത്തിനെ പറ്റി പറയുമ്പോൾ ഹിരണ്യാക്ഷനെ പറ്റി പറയാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതേപോലെ തന്നെ വാമന ജയന്തിയെക്കുറിച്ച്, വാമനനെ പറ്റി പറയുമ്പോൾ ഇതേ മഹാബലിയെ പറ്റിയിട്ട് പറയാതിരിക്കാനും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് മഹാബലിയും ഈ ഒരു ഓണക്കാലത്തേക്ക് അല്ലെങ്കിൽ ഈ ഓണത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് കടന്ന് വരുന്നത് കേട്ടോ. പിന്നെ മഹാബലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലിയുടെ ഓലക്കുടയൊക്കെ ആയിട്ട് വരുന്ന ഒരു സങ്കല്പമാണ് നമുക്കുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലിയുടെ അല്ല ഓലക്കുട എന്ന് പറയുന്നത്, അത് വാമനൻ്റെയാണ്. കാരണം പണ്ടൊക്കെ ഈ ബ്രഹ്മചാരി കുട്ടികളൊക്കെയാണ് ഓലക്കുടയൊക്കെ ചൂടുക. അപ്പോൾ അത് വാമനൻ്റെ ഓലക്കുടയാണ്, മഹാബലിയുടെ അല്ല കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. മഹാബലി എന്ന് പറയുന്നത് ചക്രവർത്തിയാണ്. ആ ഏറ്റവും അവസാനം എല്ലാ ഭൂമിയും അളന്നതിന് ശേഷം മഹാബലി തന്നെ ഭഗവാനെ സമർപ്പിക്കുകയാണ് ചെയ്തത്. ആ ഒരു സമർപ്പണം കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ബലി എന്നുള്ള രാജാവ് മഹാബലിയായിട്ട് തീരുന്നത്. കാരണം അത്രയേറെ ഭഗവാനിൽ തന്നെ സമർപ്പിക്കുക ചെയ്യുന്നത്. അതാണ് മഹാബലിയുടെ പ്രത്യേകത. ഈ മഹാബലി രാജാവായിരുന്നു. അപ്പൊ രാജാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയോധന കലയിലൊക്കെ അത്രയും പ്രാവീണ്യമുള്ള ആളാണ്. ഇപ്പോൾ മഹാബലിക്ക് ഒരുപാട് യുദ്ധം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു മഹാബലിക്ക് ഇത്ര വലിയ കുടവയറൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന ആ ഒരു ചിത്രങ്ങളിലൊക്കെ കാണുന്ന സങ്കല്പം, അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ മഹാബലി കുടയൊക്കെ ചൂടി വരുന്നത്. ഇങ്ങനെ ഒരു രാജാവിനെ ഓലക്കുടയുടെ ആവശ്യമുണ്ടോ? പട്ടുകുടകൾ, മുത്തുകുടകൾ, സ്വർണ്ണക്കുടകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ലേ? അപ്പൊ ആ ഒരു സങ്കല്പം തന്നെ തെറ്റാണ്. അപ്പോൾ ഓലക്കുട എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാമനൻ്റെയാണ് കേട്ടോ. മഹാബലി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് നല്ല ആരോഗ്യമൊക്കെയുള്ള, നല്ല ശരീരമൊക്കെയുള്ള, 6 പാക്ക് ഒക്കെ ഉള്ള എന്ന് പറഞ്ഞ പോലത്തെ അത്രയും അങ്ങനെയുള്ള രാജാവായിരുന്നു. നല്ല സുന്ദരനായിട്ടുള്ള രാജാവായിരുന്നു മഹാബലി.
പിന്നെ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന ഓണം എന്ന് പറയുമ്പോൾ ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തുടങ്ങിയിട്ട് 10 ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിക്കുക. തിരുവോണത്തിന്റെ അന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ഓണാഘോഷം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം കഴിഞ്ഞിട്ട് 16-ാം മകം വരെ ഓണം ആഘോഷിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു പണ്ട് കാലത്തൊക്കെ ആഘോഷിച്ചിരുന്നത്. ഈ ഓണം എന്നുള്ള വാക്ക് വന്നതേ ശ്രാവണ മാസത്തിലുള്ളതാണല്ലോ ഓണം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ശ്രോണം, ശ്രാ എന്നുള്ള ആ വാക്കുണ്ടല്ലോ, ശ്രോണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് പറഞ്ഞിട്ടാണ് ഓണം എന്നായത്. പിന്നെ വിശേഷമുള്ളത് കൊണ്ട് അതിന് മുൻപിൽ തിരു എന്നും കൂടെ ചേർത്തിട്ട് തിരുവോണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ ഈ ഓണക്കാലത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ കൃഷികളുടെ കാർഷിക വിളകളൊക്കെ കൊയ്യുന്ന അല്ലെങ്കിൽ വിളവെടുപ്പ് കാലമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുക. നമ്മുടെ ഈ മേടത്തിൽ വിതച്ചതെല്ലാം കൊയ്യുന്ന ഒരു സമയമാണ് ചിങ്ങമാസത്തിലെ ചിങ്ങ കൊയ്ത്ത് എന്ന് പറയും. അപ്പൊ അതെല്ലാം കൊയ്ത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പുതിയ വർഷത്തെ വരവേൽക്കുകയാണ്. ഈ കർക്കിടക മാസത്തിലെ ദുർഘടമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും കഴിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു മാസത്തെ വരവേൽക്കുകയാണ്, പുതിയൊരു വർഷത്തെ നമ്മൾ വരവേൽക്കുകയാണ്. അത് സമൃദ്ധിയോട് കൂടിയിട്ടാണ് നമ്മൾ വരവേൽക്കുന്നത്. സമൃദ്ധി എങ്ങനെ ഉണ്ടാകുക? കാർഷിക വിളകൾ ഉണ്ടാകുന്ന സമയത്താണ്. അപ്പൊ ഇതെല്ലാം കൊയ്തെടുത്ത് കഴിഞ്ഞാല് സമൃദ്ധിയാണല്ലോ, നെല്ലാണല്ലോ, സമൃദ്ധിയാണ്. അപ്പൊ ആ സമൃദ്ധിയുടെ ഒരു പൊന്നോണത്തെ നമ്മൾ വരവേൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ആഘോഷമായിട്ടാണ് നമ്മൾ കൊണ്ടാടുകയും ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഓണം ആഘോഷിക്കുകയും കൂടി ചെയ്യുന്നത് കേട്ടോ. ഓണത്തിനല്ല മറ്റൊരു പ്രത്യേകതയാണ്, ഒരു ആചാരമാണ് തൃക്കാക്കരപ്പനെ വെക്കുക എന്നുള്ളത്. അല്ല, ചിലയിടത്തൊക്കെ വെക്കാറുണ്ട് കേട്ടോ, ചില വീടുകളിലൊക്കെ വെക്കാറുണ്ട്, ചിലയിടത്തൊന്നും വെക്കാറില്ല. പണ്ട് കാലം മുതലേ എങ്ങനെയാണോ ചെയ്തു വന്നിരുന്നത് അതേപോലെയാണ് വെക്കുന്നത് കേട്ടോ. അത് ഒരു തൃക്കാക്കരപ്പനെ ഒരെണ്ണമായിട്ട് വെക്കുന്നവരുണ്ട്. അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹം, അതാണ് സങ്കല്പം. അത് 3 എണ്ണം വെക്കുന്നവരുണ്ട്, 5 എണ്ണം 9 എണ്ണം ഒക്കെ വെക്കുന്നവരുണ്ട്. ഇപ്പൊ മഹാവിഷ്ണു, മഹാദേവനെ വെക്കാന്ന് പറയും, മഹാദേവനാണ് കേട്ടോ. ശ്രീ പാർവതിയെ വെക്കും, ഉണ്ണി ഗണപതിനെ, സുബ്രഹ്മണ്യനെ വെക്കുന്നവരുണ്ട്. പിന്നെ കാവലിക്കാർ ഇപ്പൊ രാജാവൊക്കെ ആകുമ്പോൾ കൂടെയുള്ള പടയാളികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് എണ്ണം കൂടുതലായിട്ട് വെക്കുന്നവരുണ്ട്. അപ്പൊ അത് ഓരോരുത്തരും എങ്ങനെയാണോ പണ്ട് കാലത്ത് എങ്ങനെ മുതിർന്നവർ പറഞ്ഞു തരുമല്ലോ, നമുക്ക് പൂർവികരായിട്ടുള്ളവരൊക്കെ പറഞ്ഞു തരും. ആ ചെയ്തു വന്നിരുന്ന ആ ഒരു ശീലം ഉണ്ടല്ലോ, ആ ഒരു ചിട്ട അതേപോലെ തന്നെ വെച്ചോളൂ എന്നാണ് പറയാറുള്ളത് കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഒരെണ്ണേ വെച്ചിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് 3 എണ്ണം വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വെക്കേണ്ടവർക്ക് വെക്കാം, വെച്ചതിലൊന്നും വിരോധമില്ല. പക്ഷെ എങ്ങനെയാണോ നമ്മൾ പണ്ട് മുതൽ വീടുകളിൽ ചെയ്തിരുന്നത് അതേപോലെ തന്നെ ചെയ്യുന്നതാണ് വളരെ നല്ലതെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ തൃക്കാക്കരപ്പനൊക്കെ വെക്കുന്നവരെ ശരിക്കും തൃക്കാക്കരപ്പന വെക്കുന്ന സമയത്ത് നേദിക്കണം എന്നാണ് പറയുക. അപ്പോൾ അവില്, അപ്പം, അട അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്, അതൊക്കെ ഉണ്ടാക്കുകയും വേണം. അങ്ങനെ വളരെ കേമായിട്ടാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ തൃക്കാക്കരപ്പന വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓണത്തിന്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത്. അത് പൂക്കളൊക്കെ വെച്ചിട്ട് തൃക്കാക്കരപ്പന്റെ മുകളിലൊക്കെ ചുവന്ന പൂക്കളൊക്കെ വെക്കാറുണ്ടല്ലോ. അത് നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ നാട്ടിൻപുറത്തെ പൂക്കളൊന്നും ആകണമെന്നില്ല, കാട്ടിൽ നിന്നുണ്ടാകുന്ന അങ്ങനത്തെ വെറുതെ ഇങ്ങനെ പടർന്നു കിടക്കുന്ന പൂക്കളൊക്കെ ആയിട്ടായിരിക്കും തൃക്കാക്കരപ്പനെയൊക്കെ അണിയിച്ചൊരുക്കുക. അപ്പൊ അതൊക്കെ ഈ ഓണാഘോഷത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ ആരാധിക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ആരാധിക്കുകയാണ്. അപ്പൊ ആ ഒരു സങ്കല്പമാണ് തൃക്കാക്കരപ്പനെ വെക്കുമ്പോഴും കേട്ടോ. അപ്പൊ അതാണ് തൃക്കാക്കരപ്പന്റെ പ്രത്യേകത. ചിട്ടയോട് കൂടിയിട്ട് അണിയൊക്കെ ചെയ്യണം, അതിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അറിയണം. നിശ്ചയിലുള്ളവര് ചെയ്യുക, അല്ലാത്തവര് ചെയ്യാതിരിക്കുക. അങ്ങനെ നിർബന്ധമൊന്നും എവിടെയും പറയാറില്ല കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഇത് ഓരോരുത്തരും വെക്കുന്ന എണ്ണൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ചിലര് ഇപ്പോൾ മൂലം എന്ന ആൾക്കാണ് ചിലര് തൃക്കാക്കരപ്പനൊക്കെ വെച്ച് തുടങ്ങാം, ചിലർ വേറെ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും തുടങ്ങുന്നുണ്ടായിരിക്കാം. അപ്പോൾ തൃക്കാക്കരപ്പനെ വെച്ചിട്ട് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണാത്തവർ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ഓലക്കൊടിയൊക്കെ ചൂടി കൊടുക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ മൂലമായി കഴിഞ്ഞാൽ മഴ പെയ്യും. അത് മഴ ഇങ്ങനെ ചിങ്ങത്തിലെ മഴ ചിണുങ്ങിയിട്ടാണ്, എന്നാലും മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മണ്ണുകൊണ്ടല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അപ്പൊ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ പോലത്തെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്ന തൃക്കാക്കരപ്പനല്ല, കൈ കൊണ്ട് മണ്ണ് കുഴച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ അതൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒലിച്ചു പോകും. അപ്പോൾ ഈ മൂലൊക്കെ ആകുമ്പോഴേക്കും ഓലക്കൊടിയൊക്കെ വിൽക്കാനായിട്ട് വരുന്നവരുണ്ടായിരിക്കും. അവരിങ്ങനെ കുലത്തൊഴിലായിട്ട്, പണ്ട് കാലത്ത് അങ്ങനെയാണല്ലോ, എല്ലാതും നമ്മളിങ്ങനെ ഓരോ കുലത്തൊഴിൽ അവര് ചെയ്യുന്ന ജോലികൾ ഉണ്ടായിരിക്കും, അവരൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വരും. അപ്പൊ അവരിൽ നിന്നൊക്കെയാണ് ഇത് വാങ്ങിക്കുക. അപ്പോൾ ഓലക്കൊടിയൊക്കെ വാങ്ങും, എന്നിട്ട് ഈ മഴ പെയ്യുന്ന സമയത്ത് ഓലക്കൊടി ചൂടി കൊടുക്കും. അപ്പൊ ആ ചിത്രമൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് തൃക്കാക്കരപ്പനെ വെക്കുന്നത് കേട്ടോ. എങ്ങനെയാണോ പണ്ട് മുതലേ ചെയ്തു വന്നിരുന്നത് അതേ ചിട്ടയോട് കൂടി തന്നെ മാറ്റമില്ലാതെ തുടർന്നുകൊണ്ട് പോകുക. അതാണ് തൃക്കാക്കരപ്പനെ, അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ മൂലം കഴിഞ്ഞാൽ പിന്നെ പൂരാടായി. ഇന്നിപ്പോൾ പൂരാടാണ് കേട്ടോ. പൂരാടപ്പാച്ചിൽ എന്ന് പറയും, ശരിക്കും പറഞ്ഞതിന് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്ന പോലെ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്രാടത്തിനായിട്ടുള്ള ഒരുക്കങ്ങളാണ്.
പണ്ട് കാലത്ത് ഇപ്പൊ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങുക, എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് ഈ ഒരു കർക്കടകം കഴിഞ്ഞതിന് ശേഷം. അപ്പോഴേക്കായിരിക്കും കയ്യിൽ കുറച്ചെങ്കിലും കാശൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ പുതിയ വസ്ത്രം വാങ്ങുകയാണെങ്കിലും ഇന്നത്തെ പോലെ എപ്പോഴും പോയിട്ട് വസ്ത്രം എടുക്കുക അങ്ങനെയൊന്നല്ല കേട്ടോ. വർഷത്തിലൊരിക്കൽ, കൊല്ലത്തിലൊരിക്കലേ പുതിയ വസ്ത്രമൊക്കെ വാങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഓണപ്പുടവയ്ക്ക്, ഓണക്കോടിക്ക് ഇത്രയും പ്രാധാന്യം വന്നത്. ഓണത്തിലെ പുതിയ വസ്ത്രം എടുക്കണം എന്നുള്ള ആ ഒരു നിർബന്ധമായിട്ട് എപ്പോഴും പറയുന്നത്. കാരണം പണ്ട് കാലത്തുള്ളവർ ഇപ്പോൾ വർഷത്തിലൊരിക്കലാണ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു. അത് 4 മുണ്ടൊക്കെയാണ്. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അത്രേ ആവശ്യമുള്ളൂ. ശരിക്കും ഒരു വർഷത്തേക്ക് അത്രേ ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ ഇപ്പോൾ 4 തോർത്തുമുണ്ടാണ്, ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 തോർത്തുമുണ്ടാണ് വർഷത്തിൽ വാങ്ങിക്കുക, ഈ ഓണത്തിന്റെ സമയത്ത് വാങ്ങിക്കുക. അപ്പോൾ 2 എണ്ണം നമ്മൾ എടുത്ത് വെക്കുക, 2 എണ്ണം ഉപയോഗിക്കുക. ഒരു ദിവസം ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മറ്റൊരെണ്ണം ഉപയോഗിക്കാമല്ലോ. അങ്ങനെ 6 മാസം 2 എണ്ണം, അടുത്ത 6 മാസം 2 എണ്ണം. അപ്പം അങ്ങനെയാണ്, അത്രയ്ക്ക് കൃത്യമായിട്ടായിരുന്നു പണ്ടുള്ളവർ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ മുണ്ട് വാങ്ങിക്കും, പുതിയ കോടി വാങ്ങിക്കും. ഇല്ലാത്തവർക്ക് ഇപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ ഓരോരുത്തരൊക്കെ വരുമല്ലോ ഓണക്കാലത്ത്. അപ്പം അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനും കൂടിയിട്ടാണ് വാങ്ങിക്കുക. അപ്പം അതെല്ലാം വാങ്ങിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഈ പൂരാടാണ്. അപ്പോൾ പൂരാടപ്പാച്ചിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. എല്ലാം സംഘടിപ്പിക്കുക, എന്നിട്ട് ഇതെല്ലാം കൊടുക്കുന്ന ദിവസമാണ് ഉത്രാടത്തിന്റെ അന്ന്. ഉത്രാടത്തിനാണ് ഈ വാങ്ങിയതെല്ലാം കൊണ്ടുപോയിട്ട് കൊടുക്കുക. പിന്നെ ഉത്രാടത്തിന് വേറൊരു ഉത്രാടപ്പാച്ചിലുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവോണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. തിരുവോണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ സ്വരുക്കൂട്ടണം അതൊക്കെ വാങ്ങാനുള്ള ഒരു പാച്ചിലാണ് ഉത്രാടപ്പാച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുക എന്നുള്ളതാണല്ലേ. ഈ സദ്യ, തിരുവോണ സദ്യ എന്ന് പറയുന്നത് അത്രയും കേമമായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒന്നാണ്. തിരുവോണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ സദ്യ ഉണ്ടാക്കേണ്ടത്. അതിപ്പോൾ ഏത് ആഘോഷമാണെങ്കിലും നമ്മുടെ വീട്ടിലാണ് അത് ഏറ്റവും ആദ്യം ആഘോഷിക്കേണ്ടത്. വേറെ എവിടെയും പോയിട്ടില്ല. ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് കഴിക്കുന്നവരുണ്ട് കേട്ടോ, അത് വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലെ നമ്മളെല്ലാം ഉണ്ടാക്കിയിരിക്കണം, എന്നിട്ട് നേദിച്ചിരിക്കണം, എന്നിട്ട് നമ്മൾ കഴിച്ചിരിക്കണം. അപ്പോൾ ഇതെല്ലാം നിർബന്ധമായിട്ട് ചെയ്യണം എന്നും കൂടെ പറയും. കാരണം പുതുവർഷത്തിൽ ആദ്യം ഉണ്ടാകുന്ന വിളവിൽ നിന്ന് ലഭിക്കുന്ന നെല്ലാണ്. അതേപോലെ തന്നെ ഏത് ഇപ്പോൾ കറികളാണെങ്കിലും പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള കറികളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യമാണ് ഉണ്ടാകുക. അപ്പം നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള, നല്ല സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു പുതുവർഷത്തെ നമ്മൾ വരവേൽക്കുക ചെയ്യുന്നത്. അപ്പോൾ പുതുവർഷത്തിൻ്റെ തുടക്കം നല്ലതാണെങ്കിൽ ആ ഒരു വർഷം മുഴുവനായിട്ട് നല്ലതാകും. അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ടാണ് പുതുവർഷത്തിലെ ഈ ഒരു ഓണം ഏറ്റവും ആദ്യം വരുന്ന ആഘോഷമാണ് തിരുവോണം. നന്നായിട്ട് ആഘോഷിക്കണമെന്നും നന്നായി വയറു നിറച്ച് വിഭവ സമൃദ്ധമായിട്ട് നന്നായി പായസമൊക്കെ കുടിച്ചിട്ട് സദ്യ ഉണ്ണണം എന്നും കൂടെ പറയുന്നത് കേട്ടോ. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് പപ്പടം നിർബന്ധമാണ്. പപ്പടം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഈ പപ്പടത്തിൻ്റെ പ്രാധാന്യം വേറെയും പലയിടത്ത് പറയാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഇല്ലങ്ങളിലൊക്കെ ചാത്തമൂട്ടുക, ശ്രാദ്ധമൂട്ടുക എന്നൊക്കെ പറയും. അന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലയിടത്തും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവിടേക്ക് ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം, ക്ഷണിക്കാതെ ചെല്ലാം. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് കയറി ചെല്ലുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, ചെന്ന് എല്ലാവരും കഴിച്ചിരിക്കണം, അങ്ങനെ നിർബന്ധമുണ്ട്. അപ്പോൾ അത് കരുതലും കൂടെ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ചെന്ന് കഴിക്കാം എന്നുള്ള അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ പലയിടത്തും ചാത്തൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്തെ ആളുകൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഓരോ വീടുകളിലും, അതായത് ശ്രാദ്ധമൂട്ട് നടക്കുന്ന വീടുകളിലൊക്കെ പപ്പടം കാച്ചിയിട്ട്, പപ്പടം വറുത്തതിന് ശേഷം അതിങ്ങനെ തൂക്കിയിടും, വലിയ പപ്പടമാവും. അപ്പോൾ ഈ പപ്പടം, ആ കാച്ചി പപ്പടത്തിന്റെ വലിപ്പത്തിനനുസരിച്ചാണ് സദ്യ കേമാണോ എന്ന് നോക്കുന്ന ആൾക്ക് മനസ്സിലാകുക. അപ്പോൾ വലിപ്പം കൂടുന്തോറും വിഭവങ്ങൾ കൂടുതൽ ഉണ്ടായിരിക്കും, 2-3 തരം പായസം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ സദ്യയുടെ കേമത്വം അറിഞ്ഞിരുന്നത് ഈ പപ്പടത്തിന്റെ വലിപ്പം നോക്കിയിട്ടാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അറിയും, ഇവിടേക്ക് പോകണോ അവിടേക്ക് പോകണോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ വള്ളസദ്യയൊക്കെ ഇല്ലേ, അവിടെയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പപ്പടം കെട്ടി തൂക്കിയിട്ട് ആ പപ്പടത്തിന്റെ വലിപ്പം നോക്കിയിട്ട് സദ്യയുടെ കേമത്വം പറയണത്. അപ്പോൾ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പപ്പടം എന്ന് പറയുന്നത്. അപ്പോൾ പപ്പടം എല്ലാവർക്കും അറിയാം, എന്നാലും അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം, നേന്ത്രപ്പഴം, അതിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഓണക്കാലത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും നമുക്ക് നേന്ത്രപ്പഴം ലഭിക്കും. പക്ഷെ പണ്ട് കാലത്തൊന്നും അങ്ങനെയല്ല. ഈ നേന്ത്രപ്പഴം അതിൻ്റെ ആ വാഴയൊക്കെ നമ്മൾ നട്ടതിന് ശേഷം അതുപോലെ വന്നിട്ട് പാകമായി പഴുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഓണക്കാലമാണ്. ഓണക്കാലത്ത് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഓണത്തിന് പഴം പുഴുങ്ങലിനും പ്രാധാന്യം വന്നത്. ഓണത്തിൻ്റെ വിഭവങ്ങളുടെ ഇടയിൽ പഴം പുഴുങ്ങിയത് ഉണ്ടായിരിക്കും, പഴം വറുത്തത്, അതായത് ശർക്കരപ്പേരി ഉണ്ടായിരിക്കും, പഴം നുറുക്ക്, നമ്മളിങ്ങനെ ഈ കായ വറുത്തത് ഉണ്ടാവുമല്ലോ, അത് വട്ടത്തിൽ വറുത്തതും 4ആക്കി കീറി വറുത്തതും ഒക്കെ ഉണ്ടായിരിക്കും. അതായത് പഴം കൊണ്ട് അല്ലെങ്കിൽ പച്ച കായ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളും പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളും ഉണ്ട്.
അത് ഈ ഓണക്കാലത്താണ് ലഭിക്കുക. അതുകൊണ്ടാണ് ഓണത്തിന് പഴം പുഴുങ്ങിയതും വളരെ വിശേഷമാണെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉത്രാടക്കുല സമർപ്പണം ഓണക്കാലത്ത് നടക്കുന്നത്. ഗുരുവായൂരപ്പനെ നാളെയാണ് ഉത്രാടക്കുല സമർപ്പണം വരുന്നത് കേട്ടോ. നാളെ ശീവേലിക്ക് ശേഷമാണ് സമർപ്പണം ഉണ്ടായിരിക്കുക. കൊടിമരച്ചോട്ടിൽ വെളിശാന്തി ആദ്യം സമർപ്പിക്കും, പിന്നെ ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തർക്കും സമർപ്പിക്കാം. അതിൻ്റെയൊക്കെ വലിയ ക്യൂ ഉണ്ടായിരിക്കും. നിരവധി ഭക്തരാണ് ഭഗവാനെ ഉത്രാടക്കുല സമർപ്പിക്കാനായിട്ട് എത്തുക. നമ്മുടെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൻ്റെയും നമ്മുടെ ഫാമിലിയുടെ വകയായിട്ട് നാളെ ഉത്രാടക്കുല സമർപ്പണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സമർപ്പിച്ച ഉത്രാടക്കുലകൾ കൊണ്ട്, ഈ കാഴ്ചക്കുലകൾ കൊണ്ട് പഴം പ്രഥമനും കൂടെ തിരുവോണത്തിന്റെ ദിവസം ഉണ്ടാക്കും. അതും ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ തിരുവോണത്തിന് പഴം പ്രഥമൻ എന്ന് പറയുന്നതും ഗുരുവായൂരിൽ വിശേഷമാണ്. അപ്പോൾ ഓണത്തിന് സദ്യ, പപ്പടം, പഴം ഇതെല്ലാം കൂടി ചേർത്തിട്ട് വേണം, വിഭവ സമൃദ്ധമായിട്ട് വേണം നമ്മൾ ഓണസദ്യ ഒരുക്കേണ്ടത്. അപ്പോൾ ഓണത്തിനെ കുറിച്ചിട്ട്, ഓണ ആഘോഷങ്ങളെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇതെല്ലാം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയും കുറേ വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട് കേട്ടോ ഓണത്തെ കുറിച്ചിട്ട്. എല്ലാം കൂടെ നമുക്ക് ഒരു വീഡിയോയിലായിട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. നമുക്ക് വിശദമായിട്ട് ഇനിയും ഓണത്തിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഓണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ആഘോഷമാണ്. അത് ഭംഗിയായിട്ട് തന്നെ നമ്മളെല്ലാവരും ആഘോഷിക്കുകയും വേണം. അത് പിന്നെയും ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആകട്ടെ, നല്ല തിരുവോണം ആകട്ടെ, നല്ല പുതുവത്സരമാവട്ടെ എന്നൊന്നും കൂടെ നമ്മൾ ആശംസിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാലമാകട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അലങ്കാരം പറയാം. ഇന്നലെ ഭഗവാനെ ഹാർമോണിയം പെട്ടി മുന്നിൽ വെച്ചിട്ടായിരുന്നു ഇരിക്കേണ്ടായിരുന്നത്. ഹാർമോണിയം വായിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത് നല്ല ഭംഗിയിൽ ഭഗവാനെ ചാർത്തിയിട്ടുണ്ട്. നല്ല മിടുക്കനായിട്ട്, മുഖത്ത് നല്ല പ്രസരിപ്പോട് കൂടിയിട്ടുള്ള, നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള, നല്ല സന്തോഷവാനായിട്ടുള്ള ഒരു ഉണ്ണി ഇരുന്നിട്ട് ഹാർമോണിയം വായിക്കാം. കാണുമ്പോൾ നമുക്കൊരു കൗതുകമൊക്കെ തോന്നും കേട്ടോ. പക്ഷെ അലങ്കാരത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നലെ എല്ലാവർക്കും അറിയാലോ, ഇത്രയേറെ വിവാഹങ്ങൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നടന്ന ഒരു ദിവസമായിരുന്നു. അപ്പം അത്രയും വിവാഹങ്ങൾ നടക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അതിൻ്റെ ഇടയിൽ ഹാർമോണിയപ്പെട്ടി ആയിട്ടായിരുന്നു അദ്ദേഹം നടക്കുന്നുണ്ടായിരുന്നത്. പലരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും, ഇത്രയും തിരക്കുള്ള ദിവസമാണ് ഭഗവാനെ, എല്ലാം ഭംഗിയാക്കി തരണേ എന്ന്. ആ വിവാഹത്തിന് വന്നവരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. അത്ര ഭംഗിയായിട്ട് അവിടുത്തെ ഒരു നിയന്ത്രണങ്ങൾ ചെയ്യുന്ന എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും, ഭംഗിയായിട്ട് നടത്തി തരണേ ഭഗവാനെ എന്നുള്ളത്. ആ പ്രാർത്ഥന കേൾക്കാതിരിക്കൂ? ഒരു സംശയവും ഇല്ല കേട്ടോ. നമുക്കാണ് പലപ്പോഴും സംശയം ഉണ്ടായിരിക്കുക, അയ്യോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഗുരുവായൂരപ്പൻ അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഈ വിവാഹം നടക്കുന്ന സമയത്ത് ഓരോ വിവാഹത്തിനും അകമ്പടിയായിട്ട് മേളം ഉണ്ടായിരിക്കുമല്ലോ. അതായത് ആ മംഗളവാദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂട്ടത്തിലാണ് ഹാർമോണിയായിട്ട് ഭഗവാൻ വന്നിരിക്കുന്നത്. പിന്നെ ആർക്ക് എന്ത് വിഷമം ഉണ്ടാകാനാ, എന്ത് സങ്കടം ഉണ്ടാവാനാ? ഓരോ താലി കെട്ടുന്ന സമയത്തും ഹാർമോണിയം വായിക്കുക സന്തോഷത്തോട് കൂടിയിട്ട്. ആ ഒരു ചടങ്ങിനെ ഗംഭീരമാക്കുന്നതും കൂടിയുണ്ട്. ഒപ്പം അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ധാരാളമായിട്ട് അനുഗ്രഹവും നൽകുന്നുണ്ടായിരിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരു വിവാഹ പന്തല്, അല്ലെങ്കിൽ ഒരു മാമാങ്കം തന്നെ നമ്മൾ വേണം പറയാനായിട്ട്. അത്ര ഭംഗിയായിട്ട് എല്ലാ കടമകളും എല്ലാവരും നിർവഹിച്ച ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അത്ര തിരക്കുണ്ടെങ്കിലും എല്ലാത്തിനെയും ഭംഗിയായിട്ട് മാനേജ് ചെയ്ത ഒരു ദിവസം കൂടിയായിരുന്നു. കാരണം എന്താ, ഭഗവാനാണ് കൂടെയുള്ളതേ. അതും ഹാർമോണിയം പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ അല്ലേ? അത്രയധികം മനോഹരമായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം കൂടെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. 3 തിരുമുടി മലയായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും മുകളിലുള്ളത് താമരയും പിന്നെ ചുവന്ന തെച്ചിപ്പൂക്കളും കൂടിയിട്ടായിരുന്നു പുറത്തുണ്ടായിരുന്നത്. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിയാണ്. പിന്നെ ഒരെണ്ണം കൂടുതലും വെള്ള നന്ദിയാർവട്ടാണ് കാണുക. സൈഡിലായിട്ട് കുറച്ച് തുളസിയും കൂടെ പുറത്തിട്ടുണ്ട്. പിന്നെ 2 ഉണ്ടമാല ഉണ്ടായിരുന്നു. അത് 2 ഒരുപോലത്തെ ആയിരുന്നു കേട്ടോ. അതിൽ താമരയുണ്ട്, തെച്ചിയുണ്ട്, തുളസിയുണ്ട്. 3 നിറങ്ങളും കൂടിയിട്ടുള്ള 2 ഉണ്ടമാലകൾ. പിന്നെ കിരീടം ചാർത്തിയ പോലെ ഉണ്ടായിരുന്നു ഭഗവാന്റെ ശിരസിൽ. നെറ്റിയിൽ തിലകുണ്ട്, കാതുപൂക്കളുണ്ട്. നല്ല ചിരിയാണ് കേട്ടോ. അത് എത്രയാ ഇപ്പം സന്തോഷം എന്ന് പറയാനില്ല. കാരണം അത്രയധികം വിവാഹങ്ങൾ ഭഗവാന്റെ സന്നിധിയിൽ വെച്ചിട്ട് നടത്തണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ അടുത്തേക്കാണല്ലോ വിവാഹം കഴിക്കാനായിട്ട് വരുന്നത്, അപ്പം എൻ്റെ അടുത്തേക്കാണല്ലോ എല്ലാവരും വരുന്നതെന്നുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ ആ മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും സന്തോഷവാനായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ഒരു വളയം പോലത്തെ മാലയുണ്ട്, കഴുത്തിലൊരു തിലകം വെച്ചിട്ടുണ്ട്. പിന്നെ നീളത്തിലെ മറ്റൊരു സ്വർണ്ണമാലയും കൂടി ഇട്ടിട്ടുണ്ട്. തോളുകളിലും 2 സ്വർണ്ണപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹാർമോണിയം പെട്ടി വെച്ചിട്ട് അത് മീട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരമായിട്ട് പാട്ടൊക്കെ ഇങ്ങനെ പാടാനായിട്ട് അല്ലെങ്കിൽ തയ്യാറായിട്ടിരിക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു. അരയ്ക്കുന്ന മുകളിലോട്ടാണ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. താഴ്ഭാഗത്തായിട്ടാണ് ഹാർമോണിയം പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല സുന്ദരനായിട്ട് സന്തോഷവാനായിട്ടിരിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരത്തിൽ, ഉച്ചപൂജ അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രൂപം, സുന്ദരമായിട്ടുള്ള രൂപം മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എന്തായാലും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിക്കാം. നമ്മുടെ പ്രകൃതി പോലും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കർക്കിടകത്തിൽ പോലും ഇത്രയധികം മഴയുള്ള സമയത്ത് പോലും 10 വെയിലുണ്ടാകുന്നതാണ് പറയുക. കാരണം ഈ നെല്ല് പൊഴുങ്ങി ഉണക്കി കുത്തി അത് വെയിലത്ത് ഉണക്കി എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് 10 വെയിൽ പ്രകൃതി തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് അരിയാണെങ്കിലും നെല്ലാണെങ്കിലും അരിയാണെങ്കിലും കാർഷിക വിളകളാണെങ്കിലും നമുക്ക് നൽകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഭംഗിയായി തന്നെ നമ്മൾ ഓണം ആഘോഷിക്കാം. അപ്പം ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാനെ സേവിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കാം. നമുക്ക് ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് ഓണം ആഘോഷിക്കാനായിട്ട് പറ്റാത്തവരെ ഉണ്ടായിരിക്കാം. അതൊക്കെ കണ്ടറിഞ്ഞിട്ട് അവരെയും കൂടെ സഹായിക്കുക. നമ്മൾ നന്നായി സന്തോഷിക്കുന്ന സമയത്ത് അവർക്കും നമ്മളിലൂടെ സന്തോഷം നൽകാനായിട്ട് സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓണം കേമമായിട്ട് നമുക്കെന്ന് പറയുന്നില്ല കേട്ടോ, നമുക്ക് നൽകുന്നത് തന്നെ ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹത്തോട് കൂടിയിട്ട് അവരെയും സഹായിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പം എൻ്റെ സന്തോഷം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുമ്പോൾ എനിക്ക് സന്തോഷം കൂടുക ചെയ്യുക. അപ്പോൾ നമ്മുടെ സന്തോഷം എല്ലാവരുടെ അടുത്തും പങ്കുവെക്കുക. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്കും കൂടെ സാധിക്കുകയാണെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ സങ്കടപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങും കൂടെ ആകുക ഈ ഒരു തിരുവോണത്തിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.